ചിലവർക്കല്ലേ ഉച്ചക്കെല്ലാം ചോറ് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരം കഴിക്കണം എന്നുള്ളൊരു പൂതിയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ റെസിപ്പി. ഇപ്പം ആണെങ്കിൽ മാങ്ങൻ്റെ സീസണല്ലേ, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മാങ്ങ കിട്ടാനും ഉണ്ട്. അപ്പോൾ മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പഴുത്ത 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിലത്തെ പൾപ്പാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിലത്തെ പൾപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങ കേട്ടോ. അപ്പോൾ നിങ്ങളതിൽ വീട്ടിലൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ ഒന്നുകൂടി മധുരം ഉണ്ടാവും. ഇത് വലിയ മധുരമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ കിട്ടിയാൽ അതായിക്കോട്ടെ ഒന്നുകൂടി നല്ലത്. അപ്പോൾ മാങ്ങയൊക്കെ കട്ടാക്കിയിട്ട് പൾപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് തൊലിയൊന്നും കളയാണ്ട് ഇതുപോലെ കട്ടാക്കി എടുക്കാന്നേനെ. പിന്നെ ഇത് കുറച്ച് റിസ്ക് ഉള്ള പണിയായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്ത് സാധാരണ നമ്മൾ മാങ്ങ കട്ടാക്കൂലേ അതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ മിക്സിൻ്റെ ജാറിലേക്ക്